ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ലെക്സസിൻ്റെ. ഇത് അതിൻ്റെ ബോഡിയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ബെയറിങ് ജാമായി പോയി, അതായിരുന്നു കംപ്ലൈൻറ്റ്. ഇതതിൻ്റെ ആർമേച്ചറും അതിൻ്റെ വൈൻഡിങ് എല്ലാം വരുന്നത് ഇതിനകത്താണ്. ആർമേച്ചർ ഇപ്പോൾ വൈൻഡിങ്ങാണ് നടന്നത്, അതും വെള്ളം കയറിയിട്ട് ജാമായിരിക്കുകയായിരുന്നു, അതുകൊണ്ട് വർക്കിംഗ് ഇല്ലാതിരിക്കുന്നു. ഇനിയിപ്പോൾ അത് ഒരു മോട്ടോർ വൈൻഡ് ചെയ്യുന്ന പുള്ളിയെ കൊണ്ടും ചെക്ക് ചെയ്യിപ്പിക്കണം. ഇത് അതിൻ്റെ വോൾട്ടുകളെല്ലാം അളന്ന് നോക്കി കറക്റ്റ് ചെയ്യണം. ഇതതിൻ്റെ പവർ മോൾഡ്. പിന്നെ ഇതായിരുന്നു കംപ്ലൈൻറ്റ്. ഇത് എൻ്റെ ആർമേച്ചറാണ്. ആർമേച്ചർ ഇതിനകത്ത് ജാമായിരിക്കുകയായിരുന്നു. ഇത് ജാമായിട്ടിരുന്നാൽ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാവില്ല, ഹാർഡായിട്ട് അങ്ങ് ചെയ്യും. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങണം, ഇങ്ങനെ കറങ്ങണം. നേരത്തെ ഇങ്ങനെ കറങ്ങത്തില്ലായിരുന്നു, ജാമായിരിക്കും. ഞാൻ അത് ഇളക്കി അത് ക്ലീൻ ചെയ്തപ്പോൾ വർക്കായി. ഇത് ആർമേച്ചറാണ്. ഇത് മറ്റുള്ള വണ്ടികളെ കണക്കല്ല, ഇതൊരു സ്പെഷ്യൽ പവർ സ്റ്റിയറിംഗ്. ഇത് അപൂർവം ചില വണ്ടികൾക്ക് മാത്രമേ ഈ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം മോട്ടറാണ് വരുന്നത്. ഇത് ഇലക്ട്രോണിക്സ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സിസ്റ്റം ECM വഴിയാണ് ഇതിൻ്റെ കൺട്രോളിങ് വരുന്നത്. അപ്പോൾ ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇനി ഇത് ക്ലീൻ ചെയ്ത് നല്ലോണം പെട്രോളിട്ട് തേച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഓറിങ്ങുകളെല്ലാം സെറ്റ് ചെയ്യുക. ഇനി വെള്ളം കയറാത്ത രീതിയിൽ ഓറിങ്ങുകളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.